കൂട്ടുകാരെ, കുഞ്ഞിക്കഥകൾ ഇഷ്ടപ്പെടുന്ന എന്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എന്റെ അപ്പുപ്പൻ താടി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബുദ്ധിമാനായ ഒരു ആട്ടിൻകുട്ടിയുടെ കഥയാണ്. ഒരിടത്ത് അതിമനോഹരമായ ഒരു വലിയ കാടുണ്ടായിരുന്നു. ഒരു ആട്ടിൻപറ്റൻ ആ കാട്ടിൽ മേഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഒരാട്ടിൻകുട്ടി കൂട്ടത്തിൽ നിന്നും അകന്നു പോകുന്നത് ശ്രദ്ധിച്ച അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മോനെ, നീ എപ്പോഴും മുതിർന്നവരുടെ നടുവിൽ തന്നെ നടക്കണം. കൂട്ടത്തിൽ നിന്നകന്നു പോകരുത്. നീ ഏതെങ്കിലും അപകടത്തിൽ പെടും. ഞാനത്ര കുഞ്ഞൊന്നുമല്ല, ഞാനിപ്പോൾ ഒരു വലിയ ആടാണ്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആട്ടിൻകുട്ടിക്ക് അമ്മയുടെ ഉപദേശം അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞത് കേൾക്കാതെ അവൻ കൂട്ടത്തിൽ നിന്നും മാറി കൂടുതൽ പുല്ല് തേടി നടന്നു. അവനറിയാതെ അവൻ മറ്റുള്ളവരിൽ നിന്നും നടന്ന് അകലെ എത്തിയിരുന്നു. നേരമിരുട്ടി തുടങ്ങിയപ്പോഴാണ് താൻ കൂട്ടത്തിൽ നിന്നും വേർപെട്ട വിവരം ആട്ടിൻകുട്ടി മനസ്സിലാക്കിയത്. അവന് ഭയം തോന്നിത്തുടങ്ങി. അപ്പോഴാണ് തനിക്ക് നേരെ ഒരു ചെന്നായ നടന്നെടുക്കുന്നത് അവൻ കണ്ടത്. നല്ല കൊഴുത്ത ആട്ടിൻകുട്ടിയെ കണ്ട ചെന്നായ നാവ് നുണഞ്ഞുകൊണ്ട് കൊതിയോടെ അവന് നേരെ വരികയായിരുന്നു. തയ്യാറായി നിന്നോടാ ആട്ടിൻകുഞ്ഞ്, നിന്നെ തിന്നാൻ ഞാൻ എത്തിക്കഴിഞ്ഞു. കൊതിയൻ ചെന്നായ പറഞ്ഞു. അതിനെന്താ ചേട്ടാ, ഞാൻ തയ്യാറാണ്. ധൈര്യം വിടാതെ ആട്ടിൻകുട്ടി പറഞ്ഞു. ചെന്നായ അടുത്തെത്തിയതും ആട്ടിൻകുട്ടി ഇങ്ങനെ ചോദിച്ചു, ചേട്ടൻ എന്തായാലും എന്നെ കൊന്നു തിന്നാൻ പോകുകയല്ലേ? അതിനു മുൻപ് എനിക്കൊരാഗ്രഹമുണ്ട്. അതെന്താണ്? ചെന്നായ ചേട്ടൻ നന്നായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? അത് കേട്ടതും ചെന്നായ്ക്ക് വളരെ അഭിമാനം തോന്നി. അവൻ ഉടൻ തന്നെ ഉറക്കെ പാട്ടുപാടാൻ തുടങ്ങി. ഈ സമയം തന്റെ അമ്മയാട് മകനെ കാണാതെ പലയിടത്തും തിരഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോഴാണ് ചെന്നായ ചേട്ടന്റെ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അമ്മയാട് തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, വരൂ, നമുക്ക് ആ ചെന്നായയുടെ ശബ്ദം കേൾക്കുന്നിടത്തു പോകാം. എന്റെ മകൻ അവിടെ ഉണ്ടാകും. അവനെ കണ്ട സന്തോഷത്തിലാകും ചെന്നായ ഇത്ര ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നത്. ചെന്നായ ഉറക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു കൂട്ടം വലിയ ആടുകൾ തന്റെ നേരെ പാഞ്ഞു വരുന്നത് ചെന്നായ കണ്ടത്. അവരുടെ കൊമ്പുകൾ കണ്ടതും സംഗതി പന്തിയല്ലെന്ന് ചെന്നായ്ക്ക് മനസ്സിലായി. ചെന്നായ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അമ്മ പറഞ്ഞത് അനുസരിക്കാത്തതിന് ആട്ടിൻകുട്ടി അമ്മയോട് ക്ഷമ ചോദിച്ചു. അനുസരണക്കേട് കാട്ടിയെങ്കിലും ബുദ്ധിപൂർവം തന്റെ മകൻ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതോർത്തു അമ്മ സന്തോഷിച്ചു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മുടെ ഈ ചെറിയ കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇങ്ങനെയുള്ള കഥകൾ കാണാനായി എന്റെ എല്ലാ കൂട്ടുകാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബൈ.